Playboy of the Western World, J.M. Singhന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡ്രാമയാണ്. അതിലേക്ക് പോകാം. സമ്മറി നോക്കാം. ഈ പ്ലേ ഓപ്പൺ ചെയ്യുന്ന ഒരു പബ്ബിലാണ്, റൺ ബൈ പെഗിൻ ആൻഡ് ഹർ ഫാദർ. ക്രിസ്റ്റി മേഹൻ വരികയാണ്, എക്സോസ്റ്റഡ് ആൻഡ് ഫ്രൈറ്റൻഡ്. ഹി ക്ലെയിംസ് ഹീസ് ഓൺ എ റൺ ആഫ്റ്റർ കില്ലിംഗ് ഹിസ് ഫാദർ വിത്ത് എ ബ്ലോ ടു ദ ഹെഡ്. പക്ഷേ ഹൊറിഫൈഡ് ആവുന്നതിന് പകരം ദ വില്ലേജേഴ്സ് ആർ ഇംപ്രസ്ഡ് ബൈ ഹിസ് ബോൾഡ്നെസ് ആൻഡ് റൊമാൻറ്റിസൈസ്ഡ് ഹിസ് സപ്പോസ്ഡ് ക്രൈം. ക്രിസ്റ്റി ഒരു ലോക്കൽ ഹീറോ ആവുകയാണ് ആൻഡ് ക്വിക്ലി ഗെയിൻസ് പോപ്പുലാരിറ്റി, എസ്പെഷ്യലി എമംഗ് ദി വിമൻ. Peggy engaged ആണ് to a dull local man. പക്ഷേ she becomes attracted to Christie's wildness and charm. However, things change when old Mehan, Christie's very much alive father, shows up looking for his son. അപ്പം old Mehan ക്രിസ്റ്റിയുടെ father ആണ്. He comes looking for Christie. ക്രിസ്റ്റിയുടെ story falls apart. എപ്പോഴാണ്? When villagers turn against him, calling him a coward and a liar. Father വരുന്നതോടുകൂടി villagers മനസ്സിലാണ് that Christie is a coward and a liar. ഒരു final attempt എന്തിനാണ്? To prove himself, Christie tries to kill his father again but fails. അങ്ങനെ ക്രിസ്റ്റിയും ഓൾഡ് മേഹനെ റീകൺസിൽ ചെയ്യാണ് and they live together with Christie now more confident and self-assured. Begin heartbroken ആവുകയാണ്, realizing too late that she truly loved. തീംസിലേക്ക് പോവാം. ഹീറോയിസം വേഴ്സസ് റിയാലിറ്റി. ഈ പ്ലേ സെൻറ്റർ ചെയ്യുന്നത് on the contrast between perceived heroism and actual events. എന്താണ് ആക്ച്വലി നടന്നതെന്നുള്ളതോ പെർസീവ്ഡ് ഹീറോയിസം തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ്, ഒരു ക്ലാഷ് ആണ് സ്റ്റോറിയുടെ അല്ലെങ്കിൽ പ്ലേയുടെ സെൻട്രൽ പാർട്ട്. ക്രിസ്റ്റി സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ബൈ ദ വില്ലേജേഴ്സ് ബിക്കോസ് ദേ തിങ്ക് ഹീ കിൽഡ് ഹിസ് ഫാദർ. ഒരു ആക്ട് ദാറ്റ് ദേ ഇന്റർപ്രറ്റ് ആസ് ഡെയറിങ്, ബോൾഡ് ആൻഡ് മാൻലി. ഒരു ക്രൈം, അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള ഒരു ക്രൈം എന്നുള്ള അല്ലാതെ വളരെ ഡെയറിങ് ആയിട്ടുള്ള ആക്ട് ആയിട്ടാണ് അതിലൊരു റൊമാൻറ്റിസൈസ് ചെയ്യാണ് വില്ലേജേഴ്സ്. But when they find out his father is alive, their admiration collapses. Singe highlight ചെയ്യുന്നത് how people often romanticize violence and rebellion, especially in stories, until they are confronted with the real consequences. Violence and rebellion romanticize ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യമാണല്ലോ, ഒരു നേച്ചർ ഓഫ് ഹ്യൂമൻ്റെ കാര്യമാണ് പറയുന്നത്, എസ്പെഷ്യലി ഇൻ സ്റ്റോറീസ്, until they are confronted with the real consequences. റിയലി നടന്ന എന്താണെന്ന് നേരിട്ട് കാണാതെ കേട്ടത് മാത്രം വെച്ചിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു നേച്ചർ. The villagers are more in love with the idea of Christie than the truth of who he is. ആരാണ് ശരിക്കും ക്രിസ്റ്റി എന്നുള്ളത് അല്ലാണ്ട് അയാൾ പറഞ്ഞ നറേഷൻ വെച്ചിട്ട് ക്രിസ്റ്റി അഡ്മയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. റെബല്യൻ ആൻഡ് ഫ്രീഡം. ക്രിസ്റ്റിയുടെ ജേർണി ഇസ് വൺ ഓഫ് പേഴ്സണൽ ലിബറേഷൻ. ആദ്യം ഹീസ് ടിമിഡ് ഓക്വർഡ് യങ് മാൻ, പക്ഷേ ഫാദറിന്റെ കൺട്രോൾ, ട്രഡീഷണൽ നേച്ചർ അല്ലെങ്കിൽ ആ കൺട്രോൾ വെച്ച് ഓപ്രസ്ഡ് ആയപ്പോൾ സപ്രസ്ഡ് ആയിട്ട് പറയുന്ന യങ് മാൻ ആണ്, ടിമിഡ് ഓക്വർഡ് യങ് മാൻ. പക്ഷെ ഈ ഒരു ക്രൈം, സപ്പോസ്ഡ് ക്രൈം ഗീവ്സ് ഹിം കോൺഫിഡൻസ്, സ്റ്റാറ്റസ് ആൻഡ് ഈവൻ ലവ്. ഈ ഫാദറിനെ കില്ല് ചെയ്തു എന്ന് പറയുന്നത് ക്രിസ്റ്റി ബ്രേക്സ് ഫ്രീ ഫ്രം ഓപ്പറേഷൻ. എങ്ങനെയാണ് റെബല്യൻ, ഈവൻ ഫോൾസ് ഓർ സിംബോളിക് റെബല്യൻ കൻ അവേക്കൻ ഇൻ സ്ട്രെങ്ത്. ദ പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ ഈ എൻ്റെ പ്ലോട്ട് നടക്കുന്ന ക്രിസ്റ്റിയൻ സ്റ്റേജ് ഓഫ് പാട്രിസൈഡിൽ നിന്നാണ്. എന്താണ് ചെയ്തതെന്നുള്ളതല്ല, ബട്ട് ഹൗ ഹി ടെൽസ് ഇറ്റ് ദാറ്റ് ഫാസിനേറ്റ്സ് എ വില്ലേജസ്. ആ പറയുന്ന രീതി, നറേറ്റീവ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആസ്പെക്റ്റിൽ. അതാണ് വില്ലേജസിനെ ഫാസിനേറ്റ് ചെയ്യുന്നത്. His storytelling makes him into a legend. Storytelling shapes perception. Christie creates a new identity simply through his words. Singe criticizes ചെയ്യുന്നത് how people often value a good story over truth. Identity and transformation. Christie undergo ചെയ്യുന്ന ഒരു dramatic transformation ആണ്. From a frightened runaway to a celebrated playboy and then to a man who finds self-worth. Your transformation suggests that identity is not fixed. It can be remade through experience, performance and belief. Singe കാണിക്കുന്നത് that becoming who you are sometimes means letting go of what others expect from you. Irish society and romanticism. Singe portray ചെയ്യുന്നത് rural Irish villages as romantic, superstitious and easily swayed by drama and storytelling. Real events മനസ്സിലാക്കാണ്ട് നറേഷൻ സ്റ്റോറി നറേഷനിൽ വീണു പോകുന്ന ഐറിഷ് വില്ലേജസ് ആണ്. While often comic, the portrayal also criticizes the narrow-mindedness and hypocrisy in rural communities. Admiration. Villages in ക്രിസ്റ്റിയോടുള്ള admiration is shallow. They flip as soon as the illusion is broken. ഇതൊരു illusion കാരണം as soon as the illusion is broken, they flip. Singe satirize ചെയ്യുന്നത് how communities can worship or vilify someone based on myth, not reality. ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. ക്രിസ്റ്റി മേഹൻ സെൻട്രൽ ക്യാരക്ടറാണ്, യങ് മാൻ ഹു ക്ലെയിംസ് ടു ഹാവ് കിൽഡ് ഹിസ് ഫാദർ. സ്കേർഡ് ആൻഡ് അൺസർട്ടൺ ആയിട്ടാണ് തുടങ്ങുന്നത്, ബട്ട് ഗെയിൻസ് കോൺഫിഡൻസ് ആസ് എ വില്ലേജേഴ്സ് പ്രൈസ് ഹിസ് ബോൾഡ്നെസ്. ഒരു
gripping tale പറയാണ് that captures everyone's imagination. His charm lies as much in how he speaks as in what he says. A narrative style ആണ് ആൾക്കാരെ fascinate ചെയ്യുന്നത്. That makes him the hero. Search for identity. Christy's journey is about discovering self-worth. Brave ആയിട്ട് pretend ചെയ്യുന്നത് gives him the courage to become truly brave. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ഓഫ് റെബലിയൻ, ഈ ഫാദറിനെ കിൽ ചെയ്യുന്നത് റിയലോ അല്ലെങ്കിൽ സിംബോളിക് ആവാം, രണ്ടും ചിലപ്പോൾ മേ ബി ഒറിജിനൽ ആയിട്ട് ട്രൈ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സിംബോളിക് പറയുന്നതായിരിക്കാം. റെപ്രസെൻസ് ബ്രേക്കിംഗ് ഫ്രീ ഫ്രം കൺട്രോൾ ഓർ ട്രഡീഷൻ. പെറ്റാണ് കൺട്രോൾ ഓർ ട്രഡീഷനിൽ നിന്ന് ഒരു ബ്രേക്കിംഗ് ഫ്രീ ആണ്, അല്ലെങ്കിൽ ലിബറേഷൻ ആണ് ഇവിടെ സിമ്പിൾ ഓഫ് റെബലിയൻ. പെഗിൻ മൈക്ക്, മാർഗരറ്റ് ഫ്ലഹേർട്ടി, ഒരു സ്ട്രോങ് വിൽഡ് ഡോട്ടർ ഓഫ് എ പബ്ലിഷ്യർ. അയാളുടെ പേര് മൈക്കൽ ജെയിംസ് എന്നാണ്. ഷീ സ്മാർട്ട്, പാഷനേറ്റ് ആൻഡ് പ്രാക്ടിക്കൽ. ഡൾ ലൈഫ്, ചുറ്റുമുള്ള ഡൾ ലൈഫ് കൊണ്ട് ടയേർഡ് ആണ് ആൻഡ് ഡ്രീംസ് ഓഫ് എക്സൈറ്റ്മെന്റ് വിച്ച് ക്രിസ്റ്റി സീംസ് ടു ഓഫർ. ബട്ട് വില്ലേജേഴ്സ് റൊമാൻറ്റിസൈസ്ഡ് ആയി പോയതുപോലെ തന്നെ പെഗിനും റൊമാൻറ്റിസൈസ്ഡ് ആയി പോവാണ്. ഷാർപ്പ് ടങ്ങും ഫിയേഴ്സി ടെമ്പർ ഉള്ള ആളാണ്. ഷീ ഈസ് നോൺ ഫോർ ഹർ വിറ്റ് ആൻഡ് ക്വിക്ക് ടെമ്പർ, നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ഹർ മൈൻഡ്. Romantic idealist ആണ്. She falls for the idea of Christy the outlaw but can't accept the real flawed person behind the myth. എൻഡിൽ she realizes too late that she is genuinely loving Christy but lost him. ആ ഒരു സാഹചര്യം വിട്ടുപോലെ, ചാൻസ് വിട്ടുപോയാലുള്ള ദുഃഖമുണ്ട്. മൈക്കൽ ജെയിംസ് ഫ്ലഹേർട്ടി, പെഗിന്റെ ഫാദർ ആണ്, ദ വില്ലേജ് പബ്ലിഷ്യൻ. ഒരു കോമിക് റിലീഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹി ഈസ് ഓഫൻ ഡ്രങ്ക്, കെയർഫ്രീ ആൻഡ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രിങ്ക് ആൻഡ് ഗോസിപ്പ് ദാൻ റെസ്പോൺസിബിലിറ്റി. ഒരു ട്രഡീഷണലിസ്റ്റും കൂടിയാണ്. ദോ സംവാട്ട് ലേസി, ഹി റെപ്രസെന്റ്സ് ദ ഓൾഡ് ജനറേഷൻസ് വാല്യൂസ് കൺസേൺ വിത്ത് റെപ്യൂട്ടേഷൻ ആൻഡ് മാരേജ്. റെപ്യൂട്ടേഷൻ, മാരേജ് പോലുള്ള കാര്യങ്ങളിൽ ഓൾഡ് ജനറേഷനുള്ള കൺസേൺ ഇദ്ദേഹം ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈസിലി സ്വേഡ് ആണ്. ലൈക്ക് അതർ വില്ലേജസ്, ഹി ക്വിക്ലി ചേഞ്ചസ് ഹിസ് ഒപ്പീനിയൻ ഓഫ് ക്രിസ്റ്റി ബേസ്ഡ് ഓൺ അപ്പിയറൻസസ്. വിഡോ ക്വീൻ, ഒരു ക്ലെവർ മാനിപ്പുലേറ്റീവ് വിഡോ ആണ് who tries to win Christie's affection. വിറ്റി ആൻഡ് സ്ട്രാറ്റജിക് ആണ്. ഷീ സീസ് ത്രൂ ക്രിസ്റ്റി ബട്ട് സ്റ്റിൽ പ്ലേസ് along, hoping to benefit. സിമ്പിൾ ഓഫ് റിയലിസം, പെഗിനുമായിട്ടൊരു കോൺട്രാസ്റ്റ് ആണ്, എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ്. ഷീ ഈസ് ലെസ് റൊമാൻറ്റിക് ആൻഡ് മോർ കാൽക്കുലേറ്റിംഗ്. കോമിക്കും ഷ്രൂഡും ആണ്. ഹ്യൂമർ ആഡ് ചെയ്യുന്നുണ്ട് ബട്ട് ഓൾസോ റിവീൽസ് ഡീപ്പർ ട്രൂത്ത് അബൌട്ട് പീപ്പിൾസ് മോട്ടിവേഷൻ. ഒരാൾ ഔട്ടർ ലെയറിൽ കാണുന്ന പോലെ അല്ല ഇന്നറിൽ, അങ്ങനെ ആയിരിക്കില്ല. ഇന്നറിൽ വേറെ, അല്ലെങ്കിൽ ഇന്നർ ലെയറിൽ വേറെ ആളായിരിക്കും എന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ഒരേപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടെ. ഓൾഡ് മേഹൻ, ക്രിസ്റ്റിയുടെ ഫാദർ ആണ്, സപ്പോസിറ്റഡ്ലി ഡെഡ് ബട്ട് അലൈവ്. അബ്യൂസീവ് ആണ് ബട്ട് കോമഡിക്. ലൗഡ് ആണ്, ടഫ് ആണ് ആൻഡ് റഫ് അറൗണ്ട് ദ എഡ്ജസ്, ഓപ്പൺ പ്ലേറ്റ് ഫോർ ലവ്സ്. ക്രിസ്റ്റി ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ബട്ട് ഹി കീപ്സ് കമ്മിങ് ബാക്ക്, റെപ്രസെന്റ് ദ ഇൻഎസ്കേപ്പബിൾ പാസ്റ്റ് ആൻഡ് അതോറിറ്റി. ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ് പ്രസൻസ് ടേൺസ് ക്രിസ്റ്റി ഫ്രം എ ഹീറോ ഇൻ എ ഫ്രോഡ് ഇൻ ദ വില്ലേജസ് ഐസ് ബട്ട് ഓൾസോ ഹെൽപ്സ് ക്രിസ്റ്റി കംപ്ലീറ്റ് ഹിസ് ട്രാൻസ്ഫോർമേഷൻ. ഈ അബ്യൂസീവ് അല്ലെങ്കിൽ ട്രഡീഷണലിസ്റ്റ് ആയിട്ടുള്ള ഫാദറിന്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ട്രയലിലാണ് ഈ ക്രിസ്റ്റി ഈ നറേഷൻ നടത്തുന്നത്. വില്ലേജസിന് മുമ്പിൽ ഒരു ഹീറോ ആവുന്നത്. ദിസ് മാർക്സ് ഹിസ് ട്രാൻസ്ഫോർമേഷൻ, ഹെൽപ്സ് ക്രിസ്റ്റി കംപ്ലീറ്റ് ഹിസ്